ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഞാനൊരു ബൗളിലോട്ട് കുറച്ച് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഒരു 250 ഗ്രാമോളം ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പെപ്പർ പൗഡറാണ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് എഗ്ഗിൻ്റെ വൈറ്റ് ആണ്. യോക്ക് എടുക്കരുത് കേട്ടോ, എഗ് വൈറ്റ് മാത്രം. അതോരോ എഗ്ഗിൻ്റെ വൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനാവശ്യത്തിനുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈയായിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 20 മിനിറ്റ്സ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അധികം വെള്ളം ഒഴിക്കരുത്. ചിക്കനിൽ കോട്ട് ചെയ്ത് പിടിക്കുന്ന ആ ഒരു തരത്തിലുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതാക്കിയിട്ട് ചിക്കൻ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അതല്ല വലുതാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടൈം ഒന്ന് ഫ്രൈ ആവാൻ എടുക്കും കേട്ടോ. അപ്പോൾ ചെറുതാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഡ്രാഗൺ ചിക്കൻ്റെ ബോൺലെസ് പീസ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നും മാറ്റാം. ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ദെൻ അതിലോട്ട് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് ചോപ്പ് ചെയ്തത് കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഓണിയനാണ്. അപ്പോൾ സബോള കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. റെഡ് ക്യാപ്സിക്കം അതുപോലെ ഗ്രീൻ ക്യാപ്സിക്കം ഓറഞ്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ആ 3 കളറും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോയാ സോസൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് അധികം സോൾട്ട് ആഡ് ചെയ്യേണ്ടി വരില്ല. സോയാ സോസിൽ അത്യാവശ്യത്തിന് സോൾട്ട് ഉണ്ടാവും. ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കെച്ചപ്പ് 2 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സോയാ സോസ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കേട്ടോ സീസണിങ് സോസ്, അപ്പോൾ അത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തൊന്നും മാത്രം നിർബന്ധമൊന്നുമില്ല ചേർക്കണമെന്ന്. അപ്പോൾ അത് ഞാനൊരു 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തത്. ദെൻ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. മിക്സായി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ
ഇപ്പോൾ ചിക്കൻ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ദെൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.